നിന്റെ ആത്മാവുമായി ബന്ധം ഒഴിയണമെന്ന് ഞാൻ എങ്ങനെയാ പറയുന്നത്? അതുകൊണ്ട് ദേവു ഇപ്പോഴും എൻ്റെ മനസ്സിൽ ജീവിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഒഴിവാക്കേണ്ടി വന്നു. ഓ, അങ്ങനെയാണോ? എടി, ഇവൻ കള്ളനാ, ഭൂലോക കള്ളൻ. പൊളിറ്റിക്സിൽ പോലും ഞാൻ കണ്ടിട്ടില്ല ഇത്രയും വലിയ വേന്ദ്രന്മാരെ. ഷീലച്ചി, ഇപ്പോഴും കുറച്ച് ബഹുമാനം നിങ്ങളോട് എനിക്ക് മനസ്സിലുണ്ട്. അത് മാറ്റിവെച്ച് ഞാൻ വല്ലതും പറഞ്ഞു പോവും. അത് കേൾക്കണ്ടെന്നുണ്ടെങ്കിൽ പോയിക്കോ എന്റെ മുന്നിൽ നിന്ന്. ദേവിക്കുഞ്ഞേ, 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 ദേവിക്കുഞ്ഞേ. ചേച്ചിയായല്ല, സ്വന്തം അമ്മയെ പോലെയാ എന്നെ നോക്കിയത്. ഇതുവരെ എന്നെ സ്നേഹിച്ചത്. ഒരു യാത്ര പോലും പറയാതെ ഇറങ്ങിപ്പോകുന്നത് നന്ദികേടാന്ന് അറിയാഞ്ഞിട്ടല്ല. ഈ അനിയത്തിയോട് പൊറുക്കണം. ഇനി എനിക്കിവിടെ നിൽക്കാനാവില്ല വിജയച്ചി. എന്നെ ശപിക്കല്ലേ. ദേവു, പോകുവാണല്ലേ? ഒരു വാക്ക് പോലും പറയാതെ പൊയ്ക്കോ. തടയാനൊന്നും വന്നതല്ല ഞാൻ. എങ്ങോട്ടാണെന്ന് വെച്ചാ പൊയ്ക്കോ. അല്ലേലും ഞാനാരാ നിന്നെ തടയാൻ? പാവ ഒരു പൂക്കാരി. ചേച്ചി, ഇങ്ങനെയൊന്നും പറയല്ലേ. എന്റെ ഗതികേട് കൊണ്ടല്ലേ ഞാൻ. ഗതികേട്? എന്ത് ഗതികേടാ നിനക്ക്? ഈ വിജയിച്ചോട് പറയാൻ പറ്റാത്ത എന്ത് ഗതികേടാ നിനക്കുള്ളത്? എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല ചേച്ചി. ഇനി ഇവിടെ നിന്നാ ഞാൻ പിടിക്കപ്പെടും. എന്താ സംഭവിച്ചത്? നീ ഒന്ന് പറയേ. തമ്പുരാൻ മഠത്തിൽ ജോലിക്ക് നിൽക്കുന്ന രാമേട്ടനെ കുറിച്ച് ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടില്ലേ? ആ, രാമേട്ടൻ ഇന്ന് എന്നെ കണ്ടു. ദേവിക്കുഞ്ഞെന്ന് വിളിച്ച് എന്റെ പിന്നാലെ ഓടി വന്നു. ഒരു വിധത്തിലാ ഞാൻ അവിടെ നിന്ന് ഒളിച്ചു മാറി രക്ഷപ്പെട്ടത്. രാമേട്ടൻ ഇപ്പൊ ഇക്കാര്യം സൂര്യേട്ടനോട് പറഞ്ഞിട്ടുണ്ടാവും. ഇനി സൂര്യേട്ടൻ വെറുതെ ഇരിക്കില്ല, എന്നെ തേടി ഇറങ്ങും ചേച്ചി.
എങ്ങനെയെങ്കിലും തേടി കണ്ടുപിടിക്കും. പിന്നെ ആ വിശ്വനാഥൻ വെറുതെ ഇരിക്കില്ല. എന്റെ സൂര്യേട്ടനെ, അച്ഛനെ, അമ്മയെ, മുത്തശ്ശിയെ എല്ലാവരെയും കൊല്ലും. എവിടെ വെച്ചാ നിന്നെ അയാൾ കണ്ടത്? ഞാനിന്ന് തിരുമല അമ്പലത്തിലേക്ക് പോയില്ലേ, അവിടെ വെച്ച ചേച്ചി. ഛേ, അതിന് നീ എന്തിനടി പേടിക്കുന്നത്? എടി, ഈ തിരുമല എന്ന് പറയുന്നത് ഇവിടെ അടുത്തൊന്നും അല്ലല്ലോ. അവരവിടെ പോയി തപ്പട്ടെ. ചേച്ചി, ദേ, നീ നിന്റെ ഭർത്താവിന്റെ അടുത്തേക്കോ അച്ഛന്റെയോ അമ്മയുടെ അടുത്തേക്കോ പോകുന്നെങ്കിൽ സന്തോഷമായിട്ട് ഞാൻ യാത്രയാക്കിയേനെ. ഒടുവിൽ നീ അവിടെ തന്നെ എത്തണമെന്നാ എന്റെ ആഗ്രഹവും. എനിക്കതിനൊന്നും ഇപ്പൊ പറ്റില്ല ചേച്ചി. ദേ, അല്ലാതെയുള്ള വേറൊരു ലോകവും ഒരു പെണ്ണിന് സുരക്ഷിതമല്ല മോളെ. മോളെ, മുന്നിൽ ഈ കാണുന്ന ഇരുട്ടിനുള്ളിലേ പതിയിരിക്കുന്നത് വേറൊരു ലോകവാ. സൗകര്യത്തിന് ഒത്തുകിട്ടുന്ന പെണ്ണുങ്ങളെ പുരുഷൻ കാണുന്നത് മറ്റൊരു കണ്ണില. മരിക്കുന്നത് വരെ ഈ താലിയുടെ മഹത്വം കാത്തു സൂക്ഷിക്കണമെന്ന് പറഞ്ഞ ഈ ദേവു തന്നെയാണോ പാതിരാത്രിക്ക് ഒരു ബാഗ് എടുത്തോണ്ട് പുറപ്പെട്ടു പോകുന്നത്? ഞാൻ അതേക്കുറിച്ചൊന്നും ഓർത്തില്ല ചേച്ചി. എന്റെ സൂര്യേട്ടൻ എന്തെങ്കിലും ആപത്ത് പറ്റുമെന്ന് വിചാരിച്ചിട്ടാ. മോളെ, നീ ഇവിടെ സുരക്ഷിതയാ. നീ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം പോലും എത്ര പേർക്കറിയാം? പുറത്തേക്ക് ഇറങ്ങിയാലാ ബുദ്ധിമോശാവുന്നത്. ഇത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ടും നിനക്ക് പോണമെന്നാണെങ്കിൽ നീ പൊയ്ക്കോ. പരമേട്ട വിട്ടുപോയപ്പോഴേ വിജയലക്ഷ്മിയുടെ ജീവിതത്തിൽ ഇരുട്ട് വീണതാ. അവിടെ ഒരു തിരിയും തെളിയുമെന്ന് പ്രതീക്ഷിച്ചല്ല ഞാൻ ജീവിച്ചത്. പക്ഷെ നീ വന്നപ്പോ ഇരുട്ടുമുറിയിൽ ഒരു നിലവിളക്ക് തെളിയിച്ച പ്രതീതിയായിരുന്നു. അതണയുമെന്ന് കരുതാതിരുന്നത് അതെന്റെ തെറ്റാ. പിടിച്ചു വാങ്ങുന്ന സ്നേഹം അതെന്നായാലും നഷ്ടപ്പെടും, അതെനിക്ക് ഉറപ്പാ. ചേച്ചി, എന്നോട് ക്ഷമിക്ക് ചേച്ചി. ഇങ്ങനെയൊന്നും പറയല്ലേ. ഒരനീതിയുടെ ബുദ്ധിമോശമായി കണ്ട് എന്നോട് ക്ഷമിക്ക്. ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. നിന്നെ വിട്ടുകളാൻ എനിക്ക് മനസ്സ് വരുന്നില്ല മോളെ. നീ എന്നും ഉണ്ടാവും ഈ വിജയലക്ഷ്മിയുടെ കൂടെ. ചേച്ചി, ഇല്ല, ഇതുവരെ കണ്ടിട്ടില്ല. സോറി സർ. ഞാൻ വിളിക്കാം. ഇറ്റ്സ് ഓക്കെ. ഈ കുട്ടി സാറിൻ്റെ ആരാ? എന്താ, അറിയോ ആളെ? വിജയലക്ഷ്മി ചേച്ചിയുടെ ബന്ധുവല്ലേ? വിജയലക്ഷ്മിയോ? ക്ഷേത്രത്തിന് മുന്നിൽ പൂക്കട നടത്തുന്ന വിജയലക്ഷ്മി ചേച്ചി. നിങ്ങൾക്കറിയോ അവരെ? പിന്നെ ഞാനല്ലേ അവർക്ക് പൂകൊണ്ട് കൊടുക്കുന്നത്. അല്ല, നിങ്ങൾക്ക് എങ്ങനെ ഈ കുട്ടിയെ പരിചയം? ഈ കുട്ടി ചേച്ചിയുടെ വീട്ടിലുണ്ടായിരുന്നു. ഇപ്പോഴും ആൾ അവിടെ തന്നെ ഉണ്ടോ? അതറിയില്ല. എന്താ സാറേ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമോ? വിജയലക്ഷ്മി ചേച്ചി എവിടെ ഉണ്ടെന്ന് എനിക്കൊന്ന് കാണിച്ചു തരുമോ? അതിനെന്താ സാറേ, ഞാൻ കൂടെ വരാം. ഇവിടെ നിന്ന് കഷ്ടി 4 അടി നടക്കാനുള്ള ദൂരേ ഉള്ളൂ ചേച്ചിയുടെ പൂക്കടയിലേക്ക്. സാറേ, 1 മിനിറ്റ്, ഞാൻ ആ പൂ പയ്യനെ ഏൽപ്പിച്ചിട്ട് വരാം. സാറേ, അങ്ങോട്ട് പോകുമ്പോഴേ കാണുന്ന 3-ാമത്തെ കടയാ. അവിടെ ആരെയും കാണുന്നില്ലല്ലോ. ചേച്ചി അവിടെ എവിടെയെങ്കിലും കാണും. കട തുറന്നിട്ടിട്ട് എവിടെയും പോവില്ല. ചെക്കപ്പിന് പോവല്ലേ? ഹോസ്പിറ്റൽ കാർഡ് കളഞ്ഞിട്ട് പോയാൽ എങ്ങനെയാ? വലിയ ഉപകാരം മോനെ. അയ്യോ മോനെ, മോനെന്താ ഇവിടെ? ഞാൻ വരുന്ന വഴിക്ക് ഒരു തലചുറ്റൽ പോലെ BP ഒന്ന് ചെക്ക് ചെയ്യാൻ വന്നതാ.
സാറേ എന്തായാലും അങ്ങോട്ട് ചെല്ല്. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. ആ. മോളെ മോളെ നീ ഇതവിടെ വെക്കേ. വാ എന്താ നീ വാ, ഞാൻ പറയാം. എന്താ ചേച്ചി? എന്ത് പറ്റി പറ. ഇങ്ങോട്ട് വാ, ഞാൻ പറയാം. എന്താ ചേച്ചി പ്രശ്നം? എന്താ വല്ലാതിരിക്കുന്ന? അതെ, ഒരു കുഴപ്പമുണ്ട് മോളെ. നിന്റെ സൂര്യനാരായണനെ എന്നെ തിരക്കി വരുന്നുണ്ട്. എവിടെ? ദേ പൂക്കടയുടെ അടുത്തോട്ട് വരിക. ആ ചെല്ലപ്പനാ കൂട്ടിക്കൊണ്ട് വന്നത്. ഛേ, ഉറപ്പായിട്ട് നിന്നെ പറ്റി എന്തോ സൂചന കിട്ടിയിട്ടാ സൂര്യൻ വന്നിരിക്കുന്നത്. ഇല്ലെങ്കിൽ സൂര്യൻ എന്തിനാ ഒരു പൂക്കാരി തിരക്കി വരുന്നത്? ശോ, കടയിലോട്ട് പോകാതിരിക്കാനും വയ്യല്ലോ. ആ ചെല്ലപ്പൻ സൂര്യേട്ടന്റെ കൂടെ ഉണ്ടോ? ഇല്ല, സൂര്യനെ അവിടെ വിട്ടിട്ട് അവൻ പോയി കളഞ്ഞു. എന്നാ പിന്നെ ചേച്ചി ഒരു കാര്യം ചെയ്യാം. ആ. ഓ, ആ, ആ. ഇവിടെ നിൽക്കേ. എന്താ? വിജയലക്ഷ്മി ചേച്ചിയല്ലേ? അതെ, എന്താ? ചേച്ചിക്ക് എന്നെ ഓർമ്മയുണ്ടോ? എന്തോ എനിക്ക് മനസ്സിലായില്ല. അന്നൊരിക്കൽ നമ്മൾ റോഡിൽ വെച്ച് കണ്ടിരുന്നു. അന്ന് ഹോസ്പിറ്റൽ കാർഡ് വഴിയിൽ വീണ് പോയപ്പോ പിന്നാലെ കൊണ്ടുവന്നത് ഞാനാ. ആ, പിന്നെ നമ്മൾ ആ ഹോസ്പിറ്റലിൽ വെച്ചും കണ്ടിട്ടുണ്ടായിരുന്നു. എന്റെ കുഞ്ഞ്, അങ്ങനെ റോഡിലും ഹോസ്പിറ്റലിലും വെച്ച് നമ്മൾ എത്രയോ പേരെ കാണുന്നതാ. കാര്യം എന്താന്ന് പറ. ആ ചേച്ചി, ദേ ഈ ദേവു ഇപ്പൊ ചേച്ചിയുടെ കൂടെ അല്ലേ? ദേവു? ഏതാ ഈ പെണ്ണ്? ചേച്ചി, ഇവളെന്റെ ഭാര്യ. ഓ, ഇവളിപ്പോ ചേച്ചിക്കൊപ്പം ഉണ്ടെന്ന് ആ ചെല്ലപ്പൻ പറഞ്ഞായിരുന്നു. ചെല്ലപ്പനോ? അവന്റെ തലയ്ക്ക് ഓളവാ. മുഴുവൻ സമയവും കഞ്ചാവ് അടിച്ച് നടക്കുന്ന അവൻ പറയുന്നത് നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും വിശ്വസിക്കുവോ? ഛേ, അല്ല, അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ ഭാര്യ എങ്ങനെ എന്റെ കൂടെ വരുന്നത്? ചേച്ചിക്ക് എല്ലാം അറിയാം. എന്നിട്ടും ചേച്ചി അതെന്തിനാ എന്നോട് ഒളിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആഹാ, ഇയാളുടെ ഭാര്യയെ ഞാൻ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുകയാണെന്നാണോ ഇപ്പൊ പറഞ്ഞു വരുന്നത്? ആണോ? പിന്നെ ആരാ നിങ്ങളോടൊപ്പം താമസിക്കുന്ന ആ ബന്ധുവായ കുട്ടി? ഓ, അതോ? അവളുടെ പേര് താമര. 12 വയസ്സേ ഉള്ളൂ. അതാണോ ഇയാളുടെ ഭാര്യ? ആരോ പറഞ്ഞതെന്ന കാണാപ്പാടം പറയുന്നത് പോലെ ഉണ്ടല്ലോ ചേച്ചി. ദേ ചക്ക, ഇജാതി നമ്പരൊന്നും എന്റെ അടുത്ത് വേണ്ട. ഹ്, ഓരോ പെൺകുട്ടികളുടെ ഡീറ്റെയിൽസ് എടുത്ത് ഓരോ കഥയും എറിഞ്ഞിങ്ങോട്ട് വന്നിരിക്കുന്നു. ഹ്, അതെ, പൂക്കാരിത്തെരുവിൽ ഒറ്റയ്ക്ക് താമസിക്കാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരുപാട് വേന്ദ്രന്മാരെ കണ്ടിട്ടുമുണ്ട്, കൈകാര്യം ചെയ്തിട്ടുമുണ്ട്. ഇവിടെ നിൽക്കണ്ട, അനിയൻ വന്ന വഴി വിട്ടോ. നിന്നാ പിന്നെ നാറും. പൊയ്ക്കോ. പറഞ്ഞത് കേട്ടില്ല ചെറുക്ക, പോകാൻ. ഓ, ചെല്ലപ്പൻ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഇനി ആ ചെറുക്കൻ വെറുതെ ഇരിക്കുവോ? ഓ, ഇവനെ.
എന്താ ഉദ്ദേശം? ഞാൻ ദേ, കടയിൽ വന്ന് നിങ്ങൾ ചോദിച്ചപ്പം മര്യാദയ്ക്കുള്ള മറുപടി ഞാൻ പറഞ്ഞതാ. അത് കഴിഞ്ഞ് എന്റെ പിന്നാലെ ഇപ്പം വീട്ടിലേക്കും കയറി വന്നിരിക്കുന്നു. നാലാളെ കണ്ട് എന്താ പറയാ? ചേച്ചി ഞാൻ ദേ, ബഹളം വെച്ച ആളെ കൂട്ടാൻ എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. കണ്ടിട്ടൊരു നല്ല കുടുംബത്തിൽ പിറന്നാണെന്ന് തോന്നി. ചെല്ല്, അനിയൻ പോ. സ്വന്തം അനിയനായി കരുതി ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. എന്റെ ദേവു ഇവിടെ ഉണ്ടാവുമെന്ന് കരുതിയ ഞാൻ ചേച്ചിയുടെ പുറകെ വന്നത്. അവളെന്റെ പ്രാണനാണെന്ന് അവള് തന്നെ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടാവും. ദേവു ജീവിച്ചിരിപ്പുണ്ടെന്ന ചെറിയൊരു സൂചന കിട്ടിയിരുന്നെങ്കിൽ ഞാൻ കാർത്തികയെ കല്യാണം കഴിക്കില്ലായിരുന്നു. ഇപ്പോ എന്റെ ദേവുവിനെ കണ്ടുപിടിക്കുക മാത്രമാ എന്റെ ജീവിത ലക്ഷ്യം. എന്നെങ്കിലും അവളെ കാണാനിടയായ ചേച്ചി എന്നൊന്ന് അറിയിക്കണം. മോനെ, നിന്റെ കഥ കേട്ടിട്ട് എനിക്ക് സങ്കടവും മനസ്സലിവും ഒക്കെ തോന്നുന്നുണ്ട്. എന്ന് കരുതി ഇല്ലാത്ത ദേവുവിനെ ഉണ്ടാക്കി തരാൻ പറ്റുമോ എനിക്ക്? അനിയൻ പോ. അധിക നേരം ഈ മുറ്റത്തിങ്ങനെ നിൽക്കണ്ട. ഭർത്താവ് കൂടെയില്ലെങ്കിലും പേരുദോഷമൊന്നും കേൾപ്പിക്കാതെ ജീവിക്കുന്നവളാ ഈ വിജയലക്ഷ്മി. പോവാം. എന്റെ വിസിറ്റിംഗ് കാർഡാ, എന്റെ നമ്പർ ഉണ്ട് ഇതില്. ഇതെന്തിനാ എനിക്ക്? കൊണ്ടുപോയിക്കോ. ദേവുവിനെ കാട്ടിത്തരണമെന്ന് ഞാൻ പറയില്ല. എന്റെ ഈ റിക്വസ്റ്റെങ്കിലും ചേച്ചി പരിഗണിക്കണം. ഈ കാർഡ് സൂക്ഷിക്കുന്നതുകൊണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. എന്നെങ്കിലും ഇത് ഉപകാരപ്പെടുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. പ്ലീസ് ചേച്ചി. പോട്ടെ ചേച്ചി. ചേച്ചി, സൂര്യേട്ടൻ നന്നായിരിക്കുന്നോ? മോൾക്ക് ആ ജനലിലൂടെങ്കിലും നോക്കാറുന്നില്ലേ? അബദ്ധത്തിലെങ്ങാനും എന്നെ കണ്ടാലോ എന്ന് പേടിച്ചിട്ടാ. നന്നായിരിക്കുന്നു മോളെ. പക്ഷേ മുഖത്ത് ഇപ്പോഴും സങ്കടമുണ്ട്. കണ്ടിട്ടും സംസാരം കേട്ടിട്ടുമൊക്കെ ഒരു പാവം പയ്യനാന്നാ തോന്നുന്നത്. അവനോട് ഞാൻ ദേഷ്യം കാണിച്ചെങ്കിലും ഉള്ളിലെ സത്യത്തിൽ വിഷമിക്കുകയായിരുന്നു. അവൻ എത്രയാ മോളെ സ്നേഹിക്കുന്നറിയോ? നീ ശരിക്കും ഭാഗ്യവതിയാ മോളെ. ഒരേ സമയം ഭാഗ്യവതിയും ദൗർഭാഗ്യവതിയും. ഈ വിധി ലോകത്ത് വേറെ ആർക്കും വരില്ല ചേച്ചി. പറഞ്ഞറിയിക്കാവുന്നതല്ല സൂര്യേട്ടൻ എന്നോടുള്ള സ്നേഹം. ചേച്ചിക്കറിയോ, ഒരു കൊച്ചുകുട്ടിയെ പോലെയാ സൂര്യേട്ടൻ എന്നെ നോക്കിയിരുന്ന്. സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിയിരുന്ന അതേ ഞാനിപ്പോ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന സൂര്യേട്ടനിൽ നിന്നും ഓടി ഒളിക്കുക. അത് തന്നെയാ മോളെ ഞാനും ചോദിക്കുന്നത്. മോളെ എന്തിനാ ആ സ്നേഹം ഇങ്ങനെ തട്ടിക്കളയുന്നത്? പൊന്നുപോലെ നോക്കില്ലേ നിന്നെ അവൻ? നോക്കും, അതിലെനിക്കൊരു സംശയവുമില്ല. പക്ഷെ അതിനധികം ആയുസ്സുണ്ടാവില്ല. എന്റെ താലി അറക്കും വിശ്വനാഥൻ, എന്റെ സൂര്യേട്ടൻ, അയാള് ദൈവം തന്നെ കണ്ടുപിടിക്കട്ടെ ഇതിനുള്ളൊരു പോംവഴി.